അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു റീയൂണിയൻ, ഇനിയും ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഈ ഒരു ബന്ധത്തിൽ തിരികെ വന്നാലും പ്രശ്നങ്ങളൊക്കെ അതേപോലെ തന്നെ തുടരും. ഇതൊരു ലൂപ്പ് പോലെ, ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ പോലെ. വീണ്ടും നിങ്ങൾ ഒത്തുചേരുന്നു, വീണ്ടും കുറച്ച് നാൾ നല്ല രീതിക്ക് പോകും, അത് വീണ്ടും പ്രശ്നത്തിലാകും. അത് മനസ്സിന് ഹേർട്ടിങ് രീതിയിൽ എന്താ പറയുക, ഒരുപാട് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. എല്ലാം കൊണ്ടും അവർക്കറിയാം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയെങ്കിലും അവരുടെ സ്വസ്ഥതയും സമാധാനവും അതിൽ പോകും എന്ന് അറിയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു കൂടിച്ചേരൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ സത്യം. ഓക്കെ, പക്ഷേ ഇപ്പം പെട്ടെന്ന് അവരിതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വേറൊരു സത്യം. അതായത് അവർക്കൊരു ഗ്യാപ്പ് വേണം. ഇപ്പോൾ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ആയിരിക്കും. ഒരു ബാലൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല. മിണ്ടിയ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോഴേക്കും വീണ്ടും അഗെയിൻ പ്രശ്നങ്ങളായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതാണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതിനൊരു മാറ്റം ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് കൊടുത്താൽ പിന്നീട് അതൊരു തിരിച്ചുവരവാകുമ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളും ഓഫ് കോഴ്സ് ഇന്നയാൾ തിരിച്ചു വരുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് കുത്തിപ്പൊക്കി അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയൊരു തുടക്കം, അതൊരു ഫ്രഷ് തുടക്കമാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു റീയൂണിയൻ ആൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു തുടക്കമാകാനാണ് അദ്ദേഹം ശരിക്കും ഇവിടെ ആഗ്രഹിക്കുന്നത്. പഴയ പോലെ ഒരു നെഗറ്റിവിറ്റി, ഒരു ബാലൻസ് ഇല്ലായ്മയോട് കൂടിയിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം തുടങ്ങിയത് ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എങ്ങനെയായിരുന്നു, പരസ്പരമുള്ള ബഹുമാനം, കെയർ, സപ്പോർട്ട് ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും വേണമെന്ന് ആളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരിനി തിരികെ വരുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ലത് മാത്രം പറയാം. നമ്മളുടെ ലൈഫിൽ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ടുള്ള കുറേ നല്ല നല്ല മെമ്മറീസ് അതൊക്കെ എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് നല്ലൊരു സ്നേഹത്തിൽ വരും, നല്ല രീതിയിലേക്ക് സംസാരിക്കും. ഇടയ്ക്ക് ഒട്ടും തന്നെ മൈൻഡില്ലാത്തൊരവസ്ഥ, ഒട്ടും എന്താ പറയുക, ഒരു ഗ്യാപ്പ് കാണിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഫുൾ ഓഫ് പ്രശ്നങ്ങൾ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, ഇതിൻ്റെ ആ ഒരു നല്ലൊരു സമയം കഴിഞ്ഞു, ഇത് വീണ്ടും ഒരു നെഗറ്റിവിറ്റിയിലേക്കുള്ളൊരു പാതയിലേക്ക് പോവുകയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞു വളരെയധികം സപ്പോർട്ട് തന്നിരുന്ന ഒരു പേഴ്സണാണ് എല്ലാ കാര്യത്തിലും. നിങ്ങളും ആദ്യകാലങ്ങളിൽ എല്ലാ കാര്യം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണ്. നിങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും കെയറിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് കുറേ നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സുകൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പറയണത് അദ്ദേഹത്തിനും അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തതിൽ സമ്മതിച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുള്ളൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സങ്കടം അതൊരു ദേഷ്യമായിട്ട് മാറുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാജിക് സർക്കിൾ പോലെയാണ്. അതൊരു മാജിക്, അല്ലെങ്കിൽ എന്തോ ഒരു മാജിക് വേൾഡിൽ വന്ന പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് പേർക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്, പൂർവ്വജന്മത്തിലെ കണക്ഷൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറമേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ആൻഡ് ഒരുപാട്
സീക്രട്സുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നും വേണമെങ്കിൽ നമുക്കിത് പറയാം. നിങ്ങൾ തന്നെ അറിയാത്ത പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പ് ചുറ്റപ്പെട്ടുണ്ട്. ഞാൻ പറഞ്ഞു മുൻജന്മത്തിലെ കാര്യങ്ങൾ, ആ മുൻജന്മത്തിലെ പല കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതിൽ സീക്രട്സ്, നിങ്ങൾ തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ക്ലൻസിങ് സ്റ്റേജ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ക്ലൻസ് ചെയ്യാനുണ്ട്, നെഗറ്റിവിറ്റി ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലൻസ് ചെയ്യണം. അതിനിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം തിരികെ വന്നാലും എപ്പോഴും വീണ്ടും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും, അതിനൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. പക്ഷെ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടിച്ചേരാൻ തന്നെയാണ് ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ആൾക്ക് എന്താ പറയുക, ഒരു അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായി മാറുകയാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ളൊരു എനർജിയിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുറേ പേർക്ക് ഇവിടെ നിങ്ങളുടെ അടുത്തൊരു സെക്ഷൽ തോട്ട്സൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വേർഡ് പറയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ യൂട്യൂബ് ബാൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പെട്ടെന്ന് പറഞ്ഞു പോയി ഉള്ളത് കണ്ടപ്പോൾ. ഞാൻ കുറേ പേര് ഇവിടെ ഫോറിനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. പുറമെ ഒക്കെ നിന്ന് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരായിട്ടും ഉള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ എനിക്ക് കിട്ടുന്നത് റീബർത്ത് എന്നുള്ളൊരു കാർഡ് തന്നെയാണ് ഇവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരുപാട് പേർക്ക്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇവിടെ റീബർത്താണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ 2 പേരുടെയും റീബർത്താണ് ഈ ഒരു ജന്മം എന്ന് പറയുന്നത്. റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങൾ കോണ്ടാക്റ്റിൽ വരണം എന്നുള്ളത് അത് നിയോഗമാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. മേ ബി വേറെ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് കാണിക്കുന്നുണ്ട്. ബിസിനസ് അല്ലെങ്കിൽ നല്ല ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാട്ടോ, ഞാൻ കുറച്ച് പേർക്കായിട്ടാണ് പറയുന്നത്. ആദ്യമെല്ലാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. നിങ്ങളുടെ വാതിൽ എപ്പോഴും ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ് എന്നതാണ് പറയുന്നത്. ആൻഡ് ഇൻറ്റൻഷൻ വാണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെ ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു പണ്ടത്തെ രീതിയിൽ ആ ഒരു വളരെ തീവ്രമായിട്ടുള്ളൊരു ലവ് കെയർ സപ്പോർട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇനിയും തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.